ഗൗതമേ, ഈ ലൈസൻസ് കിട്ടണമെങ്കിൽ ഹിന്ദുക്കളുടെ പേര് വേണം അല്ലേ? ഉം. അങ്ങനെ പേരൊക്കെ വെച്ച് ഉഡായിപ്പ് കാണിച്ച് പല ഹോട്ടലുകൾക്ക് ലൈസൻസ് കിട്ടു. ഇത് കാണിക്കുന്നത് മറ്റ് സമുദായക്കാരാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇതിലൊരു വിരോധാഭാസം മനസ്സിലാകുന്നത്. എന്തായാലും വമ്പൻ ട്വിസ്റ്റാണ് ഇക്കാര്യങ്ങളിലൊക്കെ. അതെ, ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുക. അത് കയ്യോടെ കേന്ദ്രം പൊക്കിയിട്ടുമുണ്ട്. എന്താ അതിന്റെ കൂടുതൽ വിവരങ്ങൾ? അതെ, ഇത് നമ്മൾ ഓണേഴ്സ് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം രീതിയിലുള്ള പൊടിക്കൈകൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ നാട്ടിലടക്കം നടത്താറുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുമുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗം ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ചും ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ, വെളിച്ചെണ്ണയുടെ ബ്രാൻഡ് അല്ലെങ്കിൽ അച്ചാറ്, ഇത്തരം ബ്രാൻഡുകളുടെയൊക്കെ പേര് എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഹിന്ദു പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഹിന്ദുത്വമൊക്കെ തോന്നിപ്പിക്കുന്ന ആ ഒരു പേരുകളായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക്, പുറം വശങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ആയിരിക്കും. പക്ഷേ പേരുപയോഗിക്കുന്നത് ബ്രഹ്മീസ്, അല്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള പേരുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകളെ ആകർഷിപ്പിക്കാനുള്ള നിരവധി പൊടിക്കൈകൾ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ചില വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൊക്കെ മെസ്സേജുകളൊക്കെ പ്രചരിക്കാറുണ്ട്. അതായത് ഇവരുടെ ബ്രാൻഡുകൾ ഉപയോഗിക്കരുത്, കാരണം ഇതിന് പുറകിൽ ഒരു ഭീകരവാദി ഉണ്ട്, അല്ലെങ്കിൽ ഇത് പുറമേ ഇവർ നടത്തുന്ന തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ അത്തരത്തിൽ വരാറുണ്ട്. ഇപ്പോൾ ഗുജറാത്തിലാണ് ഒരു സംഭവം, ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത്. ലൈസൻസ് കുറച്ച് അധികം ഹോട്ടൽ ഉടമകളുടെ 27 ഹോട്ടൽ ഉടമകളുടെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ എന്തുകൊണ്ടാണ് ഈ ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള കാരണം എന്നതിൽ വിശദീകരിക്കുന്നത്, ഇവർ ഉപയോഗിച്ച പേരുകൾ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, ഹോട്ടലുകളിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഹിന്ദു പേര് ഉപയോഗിച്ചു. ഹോട്ടലുകളുടെ പേര് ഹിന്ദു പേരുകൾ, പല ദേവതകളുടെ പേരൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ഇതൊരു തട്ടിപ്പ് പരിപാടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു നടപടി ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ലൈസൻസ് റദ്ദാക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. വഡോദര, രാജ്കോട്ട്, പാലൻപൂർ, ഗോധ്ര, നദിയാദ്, അഹമ്മദാബാദ്, ഭറൂച്ച് എന്നീ ജില്ലകളിലെ 27 ഹോട്ടലുകളുടെ ലൈസൻസാണ് ഇത്തരത്തിൽ റദ്ദാക്കിയിരിക്കുന്നത്. ഈ ഹോട്ടലുകൾ മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണെങ്കിലും ഉടമകൾ ഹിന്ദു പേരുകൾ ഉപയോഗിച്ചാണ് ലൈസൻസ് നേടിയിരുന്നത് എന്നാണ് പറയുന്നത്. 27 ഹോട്ടലുകളുടെ പട്ടികയിൽ ഹിന്ദു ദേവതകളുടെ പേരുകളുമുണ്ട്. ഹിന്ദു ഉപഭോക്താക്കളെ ആകർഷിക്കാൻ മുസ്ലിം ഉടമസ്ഥർ ഹിന്ദു പേരുകൾ ഉപയോഗിക്കുന്നുവെന്നും ഈ ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികളൊക്കെ വരുന്നത് എന്നാണ് നമുക്കറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഗുജറാത്ത് പോലെയൊക്കെയുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ UP പോലെയുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ ഈ പല ഹോട്ടലുകളുടെയും പേര് സരസ്വതി, അല്ലെങ്കിൽ ലക്ഷ്മി ഹോട്ടൽ, പിന്നെ പൗർണമി, പിന്നെ വേറെന്താ നന്ദന, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഹോട്ടലുകളും ഉണ്ടാവും. അപ്പം ഈ ടൂറൊക്കെ പോകുന്ന ആളുകൾ പൊതുവെ ഈ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാനായി ഈ ഇത്തരം ഹോട്ടലുകൾ കാണുമ്പോൾ, ഇപ്പോൾ ഇവിടെ നമ്മുടെ പിന്നെ ഇവിടെ ഒരു ഇഡ്ഡലി ഷോപ്പുണ്ട്. ഇഡ്ഡലി ഷോപ്പിൽ ഇഡ്ഡലിയും സാമ്പാർ ഭയങ്കര ടേസ്റ്റാണ്. നമ്മളവിടെ കയറി കഴിക്കും. മാത്രമല്ല അന്നപൂർണ, ഈ വെജിറ്റേറിയൻ ഹോട്ടലുണ്ടല്ലോ, ഇതിൻ്റെ പേരൊക്കെ ഉള്ള വെജിറ്റേറിയൻ പല ഹോട്ടലുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളവിടെ ആ ഹോട്ടലുകളിലേക്ക് കയറി ചെല്ലും. നമുക്ക് വെജിറ്റേറിയൻ നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കാവുന്ന കാര്യം. പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥരെ തേടി പോകുമ്പോഴാണ് മുഹമ്മദ്, നവാസ്, ഷഹീം. ഇപ്പോൾ മുഹമ്മദിന് വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തിക്കൂടെന്ന് ചോദിച്ചാൽ നടത്താം, ഒരു കുഴപ്പമില്ല. മുഹമ്മദ് നല്ല വെജിറ്റേറിയൻ ഫുഡ് കൊടുത്ത, നല്ല നെയ് റോസ്റ്റ്, മസാല ദോശ, ഇഡ്ഡലിയും ഊത്തപ്പവും ഒക്കെ മുഹമ്മദ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി കഴിക്കുക. അതിൽ ഇനി പിന്നെ ഒരു ഹിന്ദു ഗോപാല, പിന്നെ എന്താ ഒരു പിന്നെ അല്ല ഒരു അൽഫാം അല്ലെങ്കിൽ ഒരു ബിരിയാണി കട തുടങ്ങി, തീർച്ചയായിട്ടും ആ ബിരിയാണിക്ക് രുചി ഉണ്ടെങ്കിൽ ഏത് ഹിന്ദുക്കളെ, ഏത് മുസ്ലിങ്ങളെ, ഏത് ക്രിസ്ത്യാനികളായാലും ആ ഹോട്ടലിൽ പോയി കഴിക്കും. അവിടെ അൽഫാം കഴിക്കും, ബിരിയാണി കഴിക്കും, എന്തും കഴിക്കും. അപ്പോൾ ഇവിടെ പേരിൻ്റെ പ്രശ്നമല്ല, ഇവിടെ സമുദായത്തിൻ്റെ പ്രശ്നമല്ല. ചില തട്ടിപ്പുകൾ നടത്താനായി ഹിന്ദുക്കളെ ആകർഷിക്കാനായി, കാരണം ഈ ഉത്തരേന്ത്യ പോലെയൊക്കെയുള്ള സംസ്ഥാനത്ത്, ഗുജറാത്ത് പോലെയൊക്കെയുള്ള സംസ്ഥാനത്ത് കുറച്ച് ഹിന്ദുത്വത്തിൻ്റെ അതിപ്രസരണം കുറച്ച് കൂടുതലാണ്. കേരളത്തെ പോലെ അല്ല. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ബിരിയാണി കഴിക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ നമ്മളെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാൽ ഞങ്ങൾ പാളയത്തുള്ളൊരു സംസം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെയാണ് പോകുന്നത്. അവിടെ നല്ല ഫുഡാണ്, ഭയങ്കര തിരക്കുമാണ്, നല്ല ഫുഡുമാണ് അവിടെ. അങ്ങനെ കഴിക്കണമെന്ന് തോന്നിയാൽ ഞങ്ങൾ നേരെ കയറി ചെല്ലുന്നത്
സംസമിലാണ്. സംസം എന്ന് പറയുമ്പോൾ തന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ആരുടെയാണെന്ന്. അപ്പോൾ പിന്നെ നല്ല ഫുഡ് അത് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ ആളുകൾ കയറും. അത് എന്താ പറയുക, ഇപ്പോൾ ഒരു നല്ല കടയിൽ നിന്ന് ഒരു ചായ കിട്ടി, ഷമീറിൻ്റെ കടയിലെ ചായ, ഷമീർ തരുന്ന ചായക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഷമീറിൻ്റെ കടയിലെ ചായക്കടയിൽ കയറി നമ്മൾ കുടിക്കും, അതിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളത്തിന് പുറത്ത് ചില സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അവർ ഈ ഹിന്ദുക്കളുടെ കടകൾ മാത്രം നോക്കി കയറുന്നവർ. ഇപ്പം ഇവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ മുസ്ലിങ്ങൾക്ക്, അല്ലേ? ഇപ്പം ധന്യ നേരത്തെ പറഞ്ഞല്ലോ ഇത് പേരിന്റെ ഒരു വിഷയമല്ല എന്നുള്ളത്. അല്ല, എന്നാൽ ഇവിടെ കൃത്യമായിട്ട് പേരിന്റെ ഒരു വിഷയം കൂടിയാണ് ഇത് ഒന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം ഈ മുസ്ലിം സമുദായത്തിലുള്ള ഒരുപാട് ആളുകൾ എന്ന് പറയുന്നത് കച്ചവടത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന, അവരുടെ ചിന്തകളിലും മനസ്സിലൊക്കെ കച്ചവടം ഒരു വലിയ, അതിനൊരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, കച്ചവടത്തിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചും ഈ ഗുജറാത്ത് പോലുള്ള ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിൽ ഒരുപാട് ഭൂരിപക്ഷവും ഹിന്ദുക്കളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ കടകളിലേക്ക് ആളുകൾ വരാൻ വേണ്ടിയിട്ട് ഹിന്ദു പേരാണെന്ന് കാണുമ്പോൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണത്. അതൊരു കൃത്യമായിട്ടൊരു ബിസിനസ് കണ്ണായിട്ടുള്ള ഭാഗമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ചില ഹോട്ടലുകളിൽ ആളുകൾ കയറാൻ വേണ്ടിയിട്ട് എന്താണ് മുസ്ലിം പേര് ഉപയോഗിച്ചുകൊണ്ട് വെക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഒരു അൽഫാമിൻ്റെയോ അല്ലെങ്കിൽ വല്ല ബിരിയാണിയുടെയോ ഷവർമയുടെയോ കട വെക്കുമ്പോൾ അജ്നാസ് ഷവർമ ഷോപ്പ്, അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ കേറും. അങ്ങനെ കേറാത്ത കടയുണ്ട്. ക്ലബ് ഷവായ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ആളുകളുടെ ബഹളമാണ് ക്ലബ് ഷവായയില്. നല്ല ഫുഡുമാണ്, നല്ല ടേസ്റ്റുമാണ്. അവിടുത്തെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അവിടുത്തെ എന്താ അൽഫാം കുഴിമന്തിയോ കുഴിമന്തി അൽഫാം എന്താ അതിന് പറയുന്ന പേര്, എന്തോ ഒരു പേര്, അതൊക്കെ നല്ല ടേസ്റ്റാ അവിടുത്തെ. അപ്പോൾ അങ്ങനെ പിന്നെ ഇവരിത് ചെയ്യുന്നത് ഗതികേടും കൂടി ഇതിൻ്റെ പിന്നിലുണ്ടാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തെ പോലെ എല്ലാവരും ഒരുമിച്ച് പോകുന്ന സംസ്ഥാനങ്ങളല്ല ഇന്ത്യക്ക് പുറത്തുള്ള പല സംസ്ഥാനങ്ങൾ. അവിടെയൊക്കെ പോയി കഴിയുമ്പോൾ ചില ഹിന്ദു പേരുകൾ കണ്ടാൽ മാത്രം കടകളിൽ കയറുന്ന പലരും ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ചില പ്രചരണങ്ങളൊക്കെ വലിയ രീതിയിൽ നടക്കാറുണ്ട്. അതായത് ഇത് ഇന്നയാളുടെ കടയാണ്, അവിടെ കയറാൻ പാടില്ല, ഇത് മറ്റേയാളുടെ കടയാണ്. ആ ചിന്തകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലും എത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം നമ്മൾ പരിശോധിക്കണം. അതിനെ നമ്മൾ തിരസ്കരിച്ച് കളയല്ല. അല്ല, ഞാൻ പറയുന്നത് ഗൗതം, ഇപ്പൊ മുസ്ലിങ്ങളുടെ കടയിൽ കയറി ആഹാരം കഴിക്കും ഞാൻ, നമുക്ക് അങ്ങനെയൊന്നുമില്ല. മുസ്ലിമിന്റെ കടയാണോ, ഹിന്ദുവിന്റെ കടയാണോ, ക്രിസ്ത്യാനിയുടെ കടയാണോ, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. നല്ല ഫുഡാണ് കിട്ടുന്നത്, അത് നോക്കി കയറും. നല്ല വൃത്തിയും ഫുഡും ഇത് നോക്കിയാണ് നമ്മൾ കടയിൽ കയറുന്നത്. ഇനി ആർക്കതിൽ പേരിൽ ചൊറിഞ്ഞാലും പ്രശ്നമില്ല, നല്ല കടയുണ്ടോ അത് നോക്കി കയറും. ഈ ചില കടകളിൽ അൽ ഹലാൽ എന്നൊക്കെ പറഞ്ഞ് ഈ ഹലാൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. ഇങ്ങനത്തെ കടകളിൽ അയലത്ത് പോലും ഞാൻ പോവാറില്ല. കാരണം എന്തിനാ അങ്ങനെ ഫുഡിലൊരു വേർതിരിവ്? ഇതിന് ആഹാരത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് ഒരു വേർതിരിവ്? നമുക്ക് ഇഷ്ടപ്പെട്ട കടകൾ, അത് മുഹമ്മദിന്റെ കടയിൽ നിന്നാണെങ്കിലും ദാസപ്പന്റെ കടയിൽ നിന്നാണെങ്കിലും ഗോപാലന്റെ കടയിൽ നിന്നാണെങ്കിലും നല്ല ഫുഡ് കിട്ടിയാൽ അത് വാങ്ങി കഴിക്കാം. പിന്നെ ജീവിക്കാൻ വേണ്ടി ഇത്തരം ചെറിയ തട്ടിപ്പുകൾ, കാരണം ചില കടകളിൽ ചില സമുദായത്തിലുള്ളവർ മാത്രമേ കയറൂ, ചില കടകളിൽ ഇപ്പം മുസ്ലിങ്ങളുടെ കടകളിൽ ചിലപ്പോൾ മുസ്ലിങ്ങൾ മാത്രമേ കയറൂ. അവിടെ ചില ഹിന്ദുക്കൾ, എല്ലാ ഹിന്ദുക്കളല്ല, ചില ഹിന്ദുക്കൾ കയറില്ല. വിവരവും ബുദ്ധിയില്ലാത്ത കുറേ ഹിന്ദുക്കൾ കയറില്ല. നേരെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ കടയിൽ കയറില്ല. അപ്പം ഇങ്ങനെ കുറേ ക്രിസ്ത്യാനികളായാലും ഒക്കെ അങ്ങനെയാണ്. ഏറ്റവും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ഹിന്ദുക്കളെക്കാളും ഏറ്റവും നന്നായിട്ട് ഏറ്റവും രുചിയോടെ ബീഫിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ബീഫും പെറോട്ടയും, ചൂട് പെറോട്ടയും ബീഫും ഒക്കെ ഏറ്റവും നന്നായിട്ട് മുസ്ലിങ്ങളുടെ കടയിൽ കയറിയാൽ, ക്രിസ്ത്യാനിയുടെ കടയിൽ കയറി നമുക്ക് വായി രുചിയായിട്ട് കഴിക്കാം എന്നുള്ളതാണ്. കുഴിമന്തി, അൽഫാം, ഇതൊക്കെ. നമ്മുടെ നാട്ടില് ഹലാൽ വിഷയം വലിയ രീതിയിൽ വിവാദമായപ്പോൾ ചർച്ചയൊക്കെ ആയപ്പോൾ ഈ എറണാകുളത്തുള്ള ഒരു സ്ത്രീയുടെ കടയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം വന്നിട്ടുണ്ട്. നന്ദനം റെസ്റ്റോറന്റ്. അവിടെ ഒരാള് ഭക്ഷണത്തിനായിട്ട് ചെല്ലുന്നു, ഹലാൽ എന്ന് പറയുന്ന ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അയാള് ഇറങ്ങി ചെല്ലുന്നു. പിന്നീട് അവർ ഒരു ബോർഡ് തന്നെ അവിടെ സ്ഥാപിച്ചു, ഇവിടെ ഹലാൽ ഫുഡില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട്. കാരണം അവർ പറയുന്നുണ്ട്, ഞാനിവിടെ സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കുന്ന ഒരു ആളായിരുന്നു, മറ്റുള്ള ആളുകളും കയറണം എന്നൊരു അടിസ്ഥാനത്തിൽ ഈ വിളക്ക് കത്തിക്കുന്ന പരിപാടി പോലും ഞാൻ ഉപേക്ഷിച്ചതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരാൾ വന്നിട്ട് ഹലാൽ ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അതിന് പ്രതിഷേധിച്ചിട്ടാണ് ഞാൻ ഈ ബോർഡ് വെച്ചതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഈ ചിന്തകളൊക്കെ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആരാണ് യഥാർത്ഥത്തിൽ സകലത്തിലും മതം കുത്തിവെക്കുന്നത് എന്നും അന്വേഷിക്കേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവർക്കും മതം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തീരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണോ ഇങ്ങനെ ഉണ്ടാകുന്നതെന്നും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബിസിനസ്സും വലിയൊരു സംഗതി തന്നെയാണ് ഇങ്ങനെ ഈ പേരുകൾ കൃത്രിമമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്.